നമസ്കാരം. ഏതൊരു കമ്പനിയുടെയും ജനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ലോഗോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പലരും ഈ ലോഗോയിൽ മാറ്റം വരുത്തുന്നത് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. കാരണം ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ലോഗോ ആയിരിക്കാം എപ്പോഴും എല്ലാവരും ഓർക്കുന്നത്. പെട്ടെന്ന് ലോഗോയിലൊരു വലിയ മാറ്റം വരുത്തുകയാണെങ്കിൽ ഇത് മറ്റേതോ കമ്പനിയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട കമ്പനികളൊക്കെ തന്നെ പലപ്പോഴും ലോഗോ മാറ്റുന്ന പതിവ് പോലും ഇല്ലാത്ത എത്രയോ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ലോകമെമ്പാടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത്തരത്തിലുള്ള ലോഗോയിലൊരു മാറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ടെക് ഭീമനായ ഗൂഗിൾ തന്നെയാണ്. ഗൂഗിളിൻ്റെ ജിയിൽ, ആ ജി എന്ന അക്ഷരത്തിൽ അതിൻ്റെ നിറങ്ങളെ സംബന്ധിച്ച് ഇവർ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നാൽ അത്ര വലിയൊരു മാറ്റം എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിൽ പോലും നേരിയ മാറ്റമാണ്. എങ്കിലും നമ്മളിൽ എത്ര പേര് കാര്യം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം. പലരും ശ്രദ്ധിച്ച് കാണുകയില്ല. കാരണം പലപ്പോഴും നമ്മൾ ധൃതി വെച്ച് ഗൂഗിളിലേക്ക് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ നിറം മാറിയത് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല, ഗൂഗിളിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ഈ ജി ഇപ്പോഴും മാറ്റിയിട്ടുമില്ല. ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗങ്ങളിൽ മാത്രമാണ് ഈ ജിയുടെ മാറ്റം ഇപ്പോൾ പ്രകടമായി കാണാൻ കഴിയുന്നത്. ജിമെയിൽ ഉൾപ്പെടെയുള്ള അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനങ്ങൾക്കൊന്നും തന്നെ ഈ പുതിയ ലോഗോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടതൊന്ന്, 10 വർഷത്തിന് ശേഷമാണ് ഗൂഗിൾ അവരുടെ ലോഗോയിൽ മാറ്റം വരുത്തുന്നത്. 2015 അവർ അവരുടെ ലോഗോയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയിരുന്നത്. നേരത്തെ 4 നിറങ്ങൾ ഓരോ ബ്ലോക്കുകളായിട്ടായിരുന്നു വിന്യസിച്ചിരുന്നത്. ചുവപ്പ്, മഞ്ഞ, പച്ച, നീല നിറങ്ങൾ നിലനിർത്തിക്കൊണ്ട് അവയെ ഗ്രേഡിയൻ്റായി വിന്യസിച്ചാണ് പുതിയ മാറ്റം. വിവിധ ടെക് മാധ്യമങ്ങളാണ് ഈ മാറ്റം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗൂഗിളിൻ്റെ നിർമ്മിത ബുദ്ധി ചാറ്റ്ബോട്ടായ ജെമിനിയുടെ ലോഗോയിൽ ഗ്രേഡിയൻ്റായിട്ടാണ് നിറങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഇതിനോട് വളരെ സാമ്യമുള്ളതാണ് ഈ പുതിയ ലോഗോയും. ഏതായാലും ഈ ഒരു മാറ്റത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കമൻറ്റുകളാണ് ഉയരുന്നത്. ചിലരാകട്ടെ ഈ ഒരു മാറ്റം നല്ലതാണ് എന്നാണ് പറയുന്നത്. മറ്റു ചിലർ ഇതിനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു മാറ്റം വരുത്തിയതെന്ന് പലരും ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത് കളിയാക്കിക്കൊണ്ട് എത്ര കോടി രൂപയാണ് ഈ ഒരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി ഗൂഗിൾ ചിലവാക്കിയതെന്നൊക്കെ തന്നെ ചിലർ ചോദിക്കുന്നുണ്ട്. അതേസമയം എന്നാൽ മറ്റൊരു വിഭാഗം പറയുന്നതാകട്ടെ, ലോഗോയിൽ മാറ്റം വരുത്തിയതിൽ തെറ്റൊന്നുമില്ല. എത്രയോ ദിവസങ്ങളിൽ അധ്വാനം ചെയ്തായിരിക്കാം ഈ ലോഗോയിലെ മാറ്റങ്ങൾ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ അധ്വാനത്തെ നമ്മൾ വിലവയ്ക്കണമെന്നും അതിനെ മോശക്കാരാക്കി കാണിക്കേണ്ടതില്ല എന്നുമാണ് ചിലർ പറയുന്നത്. മറ്റു ചിലർ കളിയാക്കിക്കൊണ്ട് ഞാൻ എൻ്റെ കണ്ണട മാറ്റണമോ എന്ന് ചിന്തിച്ചു എന്ന് വരെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടിട്ടുണ്ട്. പുതിയ ഡിസൈൻ നിലവിലെ മറ്റ് ആൻഡ്രോയിഡ് ഫോണുകളിലോ വെബ് ബ്രൗസറുകളിലോ ലഭ്യമല്ല. ഗൂഗിളിൻ്റെ മാറ്റം വരുത്തിയ ലോഗോ iOS പിക്സൽ ഫോണുകളിലാവും ആദ്യം ലഭ്യമാവുക. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഗൂഗിളിൻ്റെ ലോകമെമ്പാടുമുള്ള ഓഫീസുകളിലൊക്കെ തന്നെ ഈ പുതിയ ലോഗോയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എത്ര പേര് ഇത് ശ്രദ്ധിച്ചു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്നൊരു ചോദ്യം. നമ്മളിൽ എത്ര പേര് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണുകളിൽ ഇത് ലഭ്യമല്ലെങ്കിൽ, ഈ സംവിധാനം ഏർപ്പെടുത്തിയ മൊബൈൽ ഫോണുകളല്ല നമ്മുടെ കൈവശമുള്ളെങ്കിൽ ഇത് കാണാൻ കഴിയുകയില്ല. എന്നാൽ ഈ സംവിധാനം ഉള്ള ഫോണിൽ തന്നെ എത്ര പേര് ശ്രദ്ധിച്ചു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പലരും നിരന്തരമായി ചോദിക്കുന്നത്. ഒരു മാറ്റം വരുത്തുമ്പോൾ അത് വളരെ കൃത്യതയോടുകൂടി നമുക്കത് ബോധ്യമാകണം, അത് ദൃശ്യമാകണം ഈ ലോഗോയിലുണ്ടാകുന്ന മാറ്റമെന്നാണ് പലരും പറയുന്നത്. ഏതായാലും ലോഗോയുടെ നിറം ഏത് വേണം, എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായും അതിൻ്റെ ഉടമസ്ഥരായ കമ്പനിക്ക് തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ മാറ്റാതിരിക്കാം. പക്ഷേ ഇന്ന് സമൂഹ മാധ്യമങ്ങളുടെ കാലത്ത് ഇത്തരത്തിലുള്ള നിസ്സാരമായ മാറ്റം പോലും സമൂഹ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുകയും ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത്. ഏതായാലും ഈ വാർത്ത കാണുന്നവരൊക്കെ തന്നെ തങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്നുകൂടി ശ്രദ്ധിക്കുക. അവിടെ ഗൂഗിളിൻ്റെ ജിക്ക് എന്തെങ്കിലും നിറത്തിൽ കാതലായ മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ മനസ്സിലാക്കാൻ കഴിയും.